ഹരിതലോകമെനിക്കു തരൂ. ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗേഹമെനിക്കു തരൂ. വസന്തഗേഹമെനിക്കു തരൂ. ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗേഹമെനിക്കു തരൂ. വസന്തഗേഹമെനിക്കു തരൂ. മരമുത്തശ്ശൻ പോറ്റി വളർത്തും കിളികുലമെന്റെ കുലം. മരമുത്തശ്ശൻ പോറ്റി വളർത്തും കിളികുലമെന്റെ കുലം. മഴമുത്തശ്ശി നനയും മഴവിൽ നിറമാണെന്റെ നിറം. തുമ്പി തുളച്ചൊരു കാട്ടുമുളം തണ്ടെന്റെ സ്വരം പാടുന്നു. എന്റെ സ്വരം പാടുന്നു. മരതകവർണ്ണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരൂ. ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗേഹമെനിക്കു തരൂ. വസന്തഗേഹമെനിക്കു തരൂ. പൊന്നുവിളയും മട്ടുപ്പാവ്. അണുകുടുംബങ്ങളിൽ മനുഷ്യൻ ഒതുങ്ങേണ്ടി വരുമ്പോൾ ഇത്തിരിയിടത്തിലെ ഒരു കൊച്ചു വീടിന്റെ മട്ടുപ്പാവും നമുക്ക് കൃഷിയിടമാക്കാം എന്ന് കാട്ടിത്തരുന്നു പേരൂർക്കട നെടുമ്പ്ര ലേനിൽ ആശിഷ് വില്ല നിവാസിയായ ടി സുകുമാരൻ. പൂക്കൃഷിയിൽ തുടങ്ങി പച്ചക്കറിയിലേക്ക്. ഞങ്ങൾ കഴിഞ്ഞ 20 വർഷമായിട്ട് പച്ചക്കറി കൃഷി ചെയ്തു വരുന്നുണ്ട്. അതിനു മുമ്പ് പൂച്ചെടിയാണ് നട്ടിരുന്നത്. അത് മാർക്കറ്റിൽ ലഭിക്കുന്ന പച്ചക്കറികൾ നല്ലതല്ല എന്ന് എൻ്റെ അറിവിൽ. പൂച്ചെടികൾ ഉണ്ടെങ്കിലും കൂടുതലും പച്ചക്കറിയാണ് കൃഷി ചെയ്യുന്നത്. വെറും തൊഴിൽ മാത്രമല്ല, സ്വന്തമായി പച്ചക്കറി കൃഷി ചെയ്ത് വിളവെടുത്ത് ഉപയോഗിക്കുമ്പോഴുള്ള ആനന്ദം. പച്ചക്കറി കൃഷി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിന് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന ഒരു അവസരമാണ്. അപ്പോൾ വാസ്തവം പറഞ്ഞാൽ ഓഫീസ് സമയം ഈ ടെൻഷൻ കഴിഞ്ഞിട്ട് വന്ന് ഇതിൻ്റെ വെള്ളം ഒഴിക്കുമ്പോഴും ഇതിൻ്റെ കീടനാശിനി എല്ലാം അടിക്കുമ്പോഴും അതിനെ സംരക്ഷിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ മനസ്സ് സന്തോഷം കിട്ടുന്നത്. അത് പച്ചക്കറി വെളിയിൽ നിന്ന് വാങ്ങാതെ മാർക്കറ്റിൽ നിന്ന് ഈ വിഷാംശം കലർന്ന പച്ചക്കറി വാങ്ങാതെ വീട്ടിൽ നമുക്ക് സ്വന്തമായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും വലിയ സന്തോഷമുള്ളതാണ്. 20ഓളം പച്ചക്കറികൾ സുകുമാരന്റെ ടെറസിന് സ്വന്തമാണ്. കത്തിരി, വഴുതന, പച്ചമുളക്, കറിവേപ്പില, കോവൽ, കാബേജ്, സവാള, തക്കാളി, ക്യാരറ്റ്, കോളിഫ്ലവർ, ചീര, പയർ എന്നിങ്ങനെ. നേരത്തെ ചാക്കുകളായിരുന്നു കൃഷി ചെയ്തിരുന്നത്. ഈ അടുത്ത കാലത്ത് ആഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷനിലെ ഈ ഗ്രോ ബാഗുകൾ വിൽക്കുന്നുണ്ട്. അതിലൊന്ന് ഗ്രോ ബാഗ് വാങ്ങിക്കൊണ്ടുവന്ന് ചാണകം പൊടിയും മണ്ണും കുഴച്ച് ഗ്രോ ബാഗിൽ നിറച്ച് മുകളിൽ ടെറസിന്റെ മുകളിൽ കൊണ്ടുവന്ന് ചുടുകല്ലിന്റെ പുറത്ത് വയ്ക്കാറുണ്ട്. വെള്ളം വാർന്നു പോകുന്നതിനാണ് ചുടുകല്ല് വയ്ക്കുന്നത്. വെള്ളം രാവിലെയും വൈകുന്നേരത്ത് ഒഴിക്കാറുണ്ട്. കൂടാതെ തന്നെ വീട്ടിൽ വരുന്ന വേസ്റ്റ് വെള്ളവും ഈ ചെടിയുടെ മുട്ട് ഒഴിച്ചാണ് ജലസേന നടത്തുന്നത്. ഒരു കവർ ഒരു ഗ്രോ ബാഗ് ഏകദേശം 3 വർഷത്തോളം നിൽക്കും. 3 വർഷം കഴിയുമ്പോൾ ചുവടെല്ലാം ദ്രവിച്ചു പോകും. അപ്പോൾ വേറെ പുതിയ കവറിലേക്ക് മാറ്റേണ്ടതുണ്ട്. സുകുമാരന്റെ ഭാര്യയുടെ സഹകരണവും അദ്ദേഹത്തിനുണ്ട്. ജൈവവളം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ജൈവവളമാണ് ഉപയോഗിക്കുന്നത്. കൂടുതലും കോഴിവളവും
ചാണകമാണ് ഉപയോഗിക്കുന്നത്. വേറെ രാസവളങ്ങളൊന്നും ടെറസിന്റെ മുകളിലായതുകൊണ്ട് രാസവളം ഉപയോഗിക്കാറില്ല. കോഴിവളം കുളപ്പനകുന്ന് ഫാമിൽ നിന്നാണ് വാങ്ങുന്നത്, പോൾട്രി ഫാമിൽ നിന്ന്. പക്ഷേ അത് ഇവിടെ കോഴിവളം ലഭ്യമല്ല, എല്ലാ ദിവസവും എല്ലാ സമയവും കിട്ടാറില്ല. അതുകൊണ്ട് ആ ലഭിക്കാത്ത സമയങ്ങളിൽ നീം കേക്ക്, അതായത് വേപ്പൻ പിണ്ണാക്ക് വാങ്ങിച്ചിടാറുണ്ട്, പിന്നെ ചാണകപ്പൊടി ഇടാറുണ്ട്. ഇങ്ങനെയുള്ള ജൈവവളങ്ങളെ ഉപയോഗിക്കാറുള്ളൂ. കറിവേപ്പില ഒഴിവാക്കി കറിയില്ല. അതുകൊണ്ട് തന്നെ സുകുമാരൻ സ്വന്തമായി മട്ടുപ്പാവിൽ കറിവേപ്പില കൃഷിയും ചെയ്യുന്നു. ഇപ്പോൾ കറിവേപ്പില 3 നട്ടിട്ടുണ്ട്. അത് ഒരെണ്ണം എടുത്ത് തീരുമ്പോൾ അടുത്ത എണ്ണം പാകമായി നിൽക്കും. ഇതുവരെ നമ്മൾ ഒരു 15 വർഷമായി ആയ കറിവേപ്പിലാണ് വീട്ടിലുള്ളത്. അപ്പോൾ ഇതുവരെ വെളിയിൽ നിന്ന് വാങ്ങേണ്ട, മാർക്കറ്റിൽ നിന്ന് കറിവേപ്പില വാങ്ങേണ്ടി വന്നിട്ടില്ല. എല്ലാ ദിവസവും കറിവേപ്പില അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. അത് രണ്ടെണ്ണമാണ്. അത് ജീരക കറിവേപ്പിലയും സാധാ കറിവേപ്പിലയും രണ്ടെണ്ണം ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. നല്ല വിളയ്ക്ക് വിത്ത് പരമപ്രധാനമാണ്. സുകുമാരൻ സ്വന്തമായി വിത്ത് ഉൽപ്പാദിപ്പിക്കുകയും പുറമേ നിന്ന് വാങ്ങുകയും ചെയ്യുന്നുണ്ട്. വിത്തുകളെല്ലാം ആഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലഭിക്കാറുണ്ട്. ജലവിത്തുകളെല്ലാം നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പച്ചക്കറിയുടെ പഴുത്ത ഐറ്റങ്ങളെടുത്ത് അതിൻ്റെ വിത്തെടുത്ത് ഉണക്കി പാകം ചെയ്തെടുക്കാറുണ്ട്. ഈ മട്ടുപ്പാവിന്റെ സവിശേഷതകളിലൊന്നാണ് സവാള കൃഷി. ഇത് നമുക്കേവർക്കും അനുകരണീയവുമാണ്. സ്വന്തമായി തയ്യാറാക്കിയ ജൈവ കീടനാശിനിയാണ് ഉപയോഗിക്കുന്നത്. കീടനാശിനിക്ക് ഉപയോഗിക്കുന്നത് വേപ്പെണ്ണ കഷായം ഉപയോഗിക്കാറുണ്ട്, പുകയില കഷായം ഉപയോഗിക്കാറുണ്ട്, മറ്റ് കീടനാശിനികളും ഉപയോഗിക്കാറില്ല. ഈ നീളം പയർ കൂടുതലും തത്ത കുത്തിക്കൊണ്ട് പോകാറുണ്ട്. അത് നിങ്ങൾ രാവിലെ ഒന്ന് മുകളിലിരിക്കണം, അല്ലെങ്കിൽ തത്തയെല്ലാം കുരു വെച്ചതെല്ലാം തത്ത കൊണ്ടുപോകളയും. പിന്നെ ചാഴിയുടെ ശല്യമുണ്ട്. ചെറിയ പയറിനും വലിയ പയറിനും ചാഴി ശല്യമുണ്ട്. ചാഴി ശല്യത്തിന് പുകയില കഷായം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും അത് ഒന്നിടവിട്ട് പുകയില കഷായം അടിച്ചില്ലെങ്കിൽ ചാഴി ശല്യം കൂടുതലുണ്ടാവും. സ്യൂഡോമോണാസ് കഴിഞ്ഞ വർഷം ഉപയോഗിച്ചിരുന്നത്, കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കാർഷിക കോളേജിൽ നിന്ന് വാങ്ങിച്ചു. ഈ വർഷം പോയി വാങ്ങാനുള്ള ദൂരം ആയതുകൊണ്ട് വാങ്ങാൻ പോയില്ല. പക്ഷേ സ്യൂഡോമോണാസ് നല്ലതാണ് വളർച്ചയ്ക്കും, അതുപോലെ കീടനാശിനിക്കായിട്ട് ഉപയോഗിക്കുന്നതിനും സ്യൂഡോമോണാസ് പോലുള്ള പൗഡർ നല്ലതാണ്. എല്ലാ ദിവസവും പച്ചക്കറി കിട്ടത്തക്ക രീതിയിൽ ഓരോ ആഴ്ച ഇടവിട്ടാണ് ഓരോ തൈയും കൃഷി ചെയ്ത് വരുന്നത്. അല്ലെങ്കിൽ വിളവെടുക്കുമ്പോൾ ഒരുമിച്ചായി പോകാതിരിക്കാനുള്ള വിധത്തിലാണ് ഓരോ ആഴ്ച ഇടവിട്ട് ഓരോന്നും കൃഷി ചെയ്യുന്നത്. എന്നാലും 4-5 ഐറ്റം പച്ചക്കറികൾ എല്ലാ ദിവസവും കിട്ടും. ഇവിടെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് വെണ്ട 2 ഇനം, പച്ചമുളക് 3 ഇനം, വെള്ളച്ചീര, ചുവന്ന ചീര, ക്യാരറ്റ്, ഉള്ളി, നിത്യവഴുതന, വഴുതനങ്ങ, കത്തിരിക്ക, കോവയ്ക്ക, പയറ്. പച്ചമുളക് എന്ന് പറയുന്നത് 3 ഇനം ഉണ്ട്. വെള്ളനെച്ചി, കരിനെച്ചി എന്ന് പറഞ്ഞ് പിന്നെ ഒരു കാന്താരി മുളക്, അങ്ങനെ 3, പിന്നെ ഒരു നീല നിറത്തിലുള്ള മുളക്, അങ്ങനെ 3 ഇനം മുളക് അവിടെ. വഴുതന 2 ഇനം ഉണ്ട്, നാടനും പിന്നെ കാർഷിക കോളേജിൽ നിന്ന് വാങ്ങി നട്ടതും. ഇപ്പം നീളമുള്ളത് നല്ല കായ്ഫലമുണ്ട്. നാടനും എണ്ണത്തിൽ കൂടുതൽ ലഭിക്കും, ഇതിനേക്കാൾ എണ്ണം കൂടുതൽ ലഭിക്കുന്ന നാടനാണ്. എല്ലാ ദിവസവും നമുക്ക് വഴുതന കിട്ടുന്നുണ്ട്. പയർ 3 ഇനം ഉണ്ട്, കുറ്റിപ്പയർ, വള്ളിപ്പയർ, കഞ്ഞിക്കുഴിപ്പയർ. പക്ഷേ പിന്നെ കഞ്ഞിക്കുഴിപ്പയറും വള്ളിപ്പയറും പടർത്താൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കുറ്റിപ്പയറാണ് ഏറ്റവും ടെറസിൻ്റെ മുകളിൽ കൃഷി ചെയ്യാൻ സൗകര്യം. ഈ വള്ളിപ്പയറും കഞ്ഞിക്കുഴിപ്പയറിനേക്കാൾ ടേസ്റ്റ് കൂടുതൽ, രുചി കൂടുതൽ കുറ്റിപ്പയറിനാണ്. അപ്പോൾ പടർത്താൻ സൗകര്യം ഇല്ലാത്തവർക്ക് കൃഷി ചെയ്യാൻ ഏറ്റവും ഉചിതമായിട്ടുള്ളത് കുറ്റിപ്പയറാണ്. മറ്റുള്ള പയറിനേക്കാൾ നല്ലവണ്ണം കായ്ക്കുന്നത് കുറ്റിപ്പയറാണ്. ഏകദേശം 6 മാസത്തോളം പയർ നിൽക്കും. ഇതെൻ്റെ വൈഫാണ്. വൈഫ് പിന്നെ PMGയിൽ CGMD ഓഫീസിലെ സീനിയർ ടെലികോം ഓഫീസറാണ്. 2 മക്കളുണ്ട്. മൂത്തയാൾ ചെന്നൈയിലാണ് ഉദ്യോഗസ്ഥനാണ്, മോള് പിന്നെ സംസ്ഥാന ഗവൺമെൻറ് ഉദ്യോഗസ്ഥയാണ്, ഇപ്പോൾ എറണാകുളത്താണ്. ഞാനും വൈഫാണ് വീട്ടിലുള്ളത്. നമ്മുടെ വീട്ടുമുറ്റവും മട്ടുപ്പാവും പച്ചക്കറി സമൃദ്ധമാക്കാൻ T. സുകുമാരൻ ഒരു പ്രേരണയാകട്ടെ. കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നും വിവിധ മൂല്യവർദ്ധിത വിഭവങ്ങളുമായി ആലപ്പുഴ കൃഷി വിജ്ഞാന കേന്ദ്രം. പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ P. മുരളീധരൻ. ആലപ്പുഴ ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രം നാളികേരത്തിന്റെ മൂല്യവർധന ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ ഒരുപാട് പരിശീലനങ്ങളും അതുപോലെ പരിശീലനത്തെ തുടർന്ന് ഈ ഗ്രൂപ്പുകൾക്ക്
അവരുടെ ചെറിയ രീതിയിലുള്ള സംരംഭങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള സപ്പോർട്ടും ടെക്നിക്കൽ സപ്പോർട്ട്, അതുപോലെ ഫണ്ടിങ് ഏജൻസീസിനെ ലിങ്ക് ചെയ്യുന്ന തരത്തിൽ അവരുടെ ഒരു ഹാൻഡ് ഹോൾഡിംഗ് എന്ന് പറയുന്ന പോലെ അവരുടെ കൈപിടിച്ചുകൊണ്ട് അവർക്ക് ആ സംരംഭം വിജയിപ്പിക്കുന്നതിനാവശ്യമുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിൽ മാത്രമല്ല, കേരളത്തിലെ മറ്റ് ജില്ലകളിലും ഇതുപോലെ നാളികേരത്തിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ യൂണിറ്റുകൾ ഉണ്ടാക്കുന്നതിൽ ഈ കൃഷി വിജ്ഞാന കേന്ദ്രം വളരെയധികം സഹായങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ ഇപ്പോഴും ഏറ്റവും പ്രാധാന്യം അർപ്പിക്കുന്ന മറ്റൊരു ഉൽപ്പന്നമാണ് ചക്ക. സീസണിൽ ധാരാളമായി ലഭ്യമാകുന്ന ചക്ക വേണ്ട രീതിയിൽ മൂല്യവർദ്ധനം നടത്താത്തത് കൊണ്ട് തന്നെ ധാരാളം നഷ്ടപ്പെടുന്ന അവസ്ഥയാണുള്ളത്. അത് ചക്കയുടെ വിവിധ മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിലും നിരവധി പരിശീലന പരിപാടികളും തുടർന്ന് അവയുടെ സംരംഭങ്ങൾ ഉണ്ടാക്കുന്നതിനാവശ്യമുള്ള സഹായങ്ങളും ചെയ്ത വഴി നമുക്ക് ചക്കയുടെ മൂല്യവർദ്ധനത്തിലും ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായ പഴങ്ങൾ, പച്ചക്കറികൾ, നാളികേരം, ചക്ക തുടങ്ങിയവയുടെ മൂല്യവർദ്ധനത്തിലൂടെ ചെറുകിട സംരംഭങ്ങൾ ഉണ്ടാക്കുകയും ഒരുപാട് തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്തുകയും അല്ലെങ്കിൽ തൊഴിൽ രംഗത്ത് മുന്നേറ്റം ഉണ്ടാവുകയും അതേസമയം കാർഷിക രംഗത്ത് മുന്നേറ്റം ഉണ്ടാക്കാനുള്ള നിരവധി പ്രവർത്തനങ്ങളാണ് ഈ കൃഷി വിജ്ഞാന കേന്ദ്രം ചെയ്തു വരുന്നത്. ചക്കയിൽ നിന്നും 18ഓളം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കി സ്വയം തൊഴിലും സ്വയം പര്യാപ്തതയും കൈവരിച്ചു മുന്നേറുന്ന നൂറനാട് തനിമ ഗ്രൂപ്പ് പ്രതിനിധി രമ ഉണ്ണികൃഷ്ണൻ. ഞങ്ങളിവിടെ തനിമ CAG എന്നൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ഒരു 3 വർഷക്കാലമായി. നൂറനാട് കൃഷിഭവന്റെ സഹായത്തോടു കൂടിയാണ് ഞങ്ങൾ യൂണിറ്റ് തുടങ്ങിയത്. കൃഷിഭവന്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് യൂണിറ്റിന് വേണ്ടിയിട്ട് പ്രോസസ്സ് വാങ്ങാനുള്ള സഹായം നൽകി. കൂടാതെ KVKയിൽ നിന്ന് ഞങ്ങൾക്ക് ജാക്ക് ഫ്രൂട്ടിന്റെ പ്രോഡക്റ്റിന്റെയും മറ്റു പല വർഗ്ഗങ്ങളുടെ പ്രോഡക്റ്റിന്റെയും ട്രെയിനിങ് കിട്ടി. ട്രെയിനിങ് ഞങ്ങൾക്ക് നന്നായി ഫലപ്രദമായി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ സഹായിച്ചു. 4 പേര് നമ്മുടെ യൂണിറ്റിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. 4 പേരുടെ കൂട്ടായ പ്രവർത്തനമാണ് യൂണിറ്റിന്റെ പ്രവർത്തനം മെച്ചപ്പെടാനുള്ള കാരണം. ചക്കയുടെ സീസണിൽ നമ്മൾ ചക്കയാണ് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ പ്രാഷംപൂട്ട്, പപ്പയ, പൈനാപ്പിൾ, ചാമ്പയ്ക്ക, ലോലോലിക്ക, ചീമപ്പുളി എല്ലാ ഫലവർഗ്ഗങ്ങളും നമ്മൾ പ്രൊഡക്റ്റുകളാക്കി മാറ്റും. അത് നമ്മൾക്ക് വെറുതെ കളയുന്ന ഉൽപ്പന്നങ്ങളെ ഒരു പ്രോഡക്റ്റുകളാക്കി മാറ്റിയാൽ അതിൽ നിന്നൊരു വരുമാനം കണ്ടെത്താൻ സാധിക്കും. അത് ചാമ്പയ്ക്ക സ്ക്വാഷ് ഉണ്ടാക്കാം, ഫ്രാഷംപൂട്ട് സ്ക്വാഷ് ഉണ്ടാക്കാം, അതായത് ചീമപ്പുളി സ്ക്വാഷ് ഉണ്ടാക്കാം. അത് കൂടാതെ നമ്മൾക്കൊരു കൊളസ്ട്രോൾ കളയാനുള്ള ഒരു മരുന്ന് കൂടിയായി ചീമപ്പുളിയെ ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ എല്ലാ ഫലവർഗ്ഗങ്ങളും സ്ക്വാഷ്, ജാമ അങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഞങ്ങൾ ചക്കയിൽ നിന്നുള്ള മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങളാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മെയിനായിട്ട് കട്ട്ലേറ്റ് ആണ് ചെയ്യുന്നത്. കൂടാതെ ചക്കയുടെ അച്ചാറ്, ഉണ്ണിയപ്പം, ചക്ക പപ്പടം, ചക്ക ദോശ, ചക്ക ഇഡ്ഡലി, ചക്ക പായസം, ചക്ക മുറുക്ക് അങ്ങനെ വിവിധങ്ങളായ പ്രോഡക്റ്റുകൾ 18 പ്രോഡക്റ്റോളം ചക്കയിൽ നിന്നും ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഞങ്ങൾക്ക് നല്ല രീതിയിൽ സെയിൽ നടക്കുന്നുണ്ട്. ചക്കയുടെ ഉൽപ്പന്നങ്ങൾക്ക് മാർക്കറ്റിൽ നല്ല ഡിമാൻഡാണ്. കാരണം ചക്കയുടെ ഉൽപ്പന്നങ്ങൾ എന്താണോ എന്ന് ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ അത് വാങ്ങുന്നതിന് വേണ്ടി എല്ലാ ഭാഗത്തുനിന്നും ആൾക്കാരെത്തുന്നുണ്ട്. ചക്കക്കുരു ചമ്മന്തിപ്പൊടിക്ക് പലരും ആവശ്യപ്പെടുന്നുണ്ട്. അതനുസരിച്ച് ഞങ്ങൾ ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കുന്നുണ്ട്. ചക്കയുടെ ചകിണിയും മടലും ചേർത്ത് മിക്സർ ഉണ്ടാക്കുന്നുണ്ട്. അത് നല്ല ഒരു ഉൽപ്പന്നമായിട്ടാണ് വിപണിയിലെത്തുന്നത്. അതായത് വേസ്റ്റ് ആകുന്ന ചുളയും ചേർത്താണ് നമ്മൾ ചകിണി മിക്സറായി ചെയ്യുന്നത്. കണ്ടാൽ തന്നെ നമ്മൾക്ക് കഴിക്കാൻ തോന്നിപ്പോകും വിധത്തിൽ അത്ര ഭംഗിയോടെയാണ് ചകിണി മിക്സർ നമ്മൾ ഉണ്ടാക്കുന്നത്. 1 കിലോ മിക്സർ 300 രൂപ വിലയുണ്ട്. അത് വളരെയേറെ മാർക്കറ്റുള്ള ഒരു ഉൽപ്പന്നമാണ് ചകിണി മിക്സർ. കൂടാതെ ചക്ക അച്ചാർ, 1.5 മാസം പ്രായമായ ചക്കയാണ് നമ്മൾ അച്ചാറിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ ജാക്ക് ഫ്രൂട്ടിന്റെ ഈ അച്ചാറ് വളരെ ടേസ്റ്റിയായ അച്ചാറാണ്. ഈ അച്ചാറ് 6 മാസം വരെ കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാം. മാങ്ങ അച്ചാറിനേക്കാളൊക്കെ വളരെ ടേസ്റ്റി ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. ചക്കയുടെ കട്ട്ലേറ്റ് ആണ് ഇത്. 1